അരളിച്ചെടിയിൽ വിഷാംശം കണ്ടെത്തിയതിനെ തുടർന്ന് ദേവസ്വം ബോർഡുകൾ ഇപ്പം ഈ അരളിപ്പൂവിന് കുറച്ച് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് പൂജയ്ക്ക് ഉപയോഗിക്കാം, പക്ഷേ നിവേദ്യമോ പ്രസാദമോ നൽകുമ്പോൾ അത് ചെയ്യാൻ പാടില്ല എന്നറിയും. ഇപ്പോൾ അഖില കേരള തന്ത്രി സമാജം പറഞ്ഞേക്കുന്നത് ഇത് തലതിരിഞ്ഞ തീരുമാനമാണെന്ന്. കാരണം പൂജയുടെ ഭാഗം തന്നെയാണ് ഈ പ്രസാദവും അതുപോലെ തന്നെ നിവേദ്യവും. ആ പൂജയിൽ അർപ്പിച്ച പുഷ്പങ്ങൾ അതിൽ കൊടുക്കും. അപ്പം ഈ അഖില കേരള തന്ത്രി സമാജം ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ ഒരു അടിസ്ഥാനം? തന്ത്രി സമാജം പറഞ്ഞത് ശരിയാണ്. ഒരു തലതിരിവുണ്ട് ദേവസ്വം ബോർഡിന്. ഇത് സംഭവിച്ചത് എന്താ, ഒരു പെൺകുട്ടി പൂ തിന്നു എന്നിട്ട് മരിച്ചുപോയി എന്നാണ് പറയുന്നത്. മരിച്ചത് ഹൃദയാഘാതം കൊണ്ടാണ്. പക്ഷേ ഇതും ഒരു കാരണമാവാം എന്നൊക്കെ റിപ്പോർട്ടിലുണ്ട് പോലും. എന്ത് വാങ്ങിക്കോട്ടെ, ഈ പെൺകുട്ടി ക്ഷേത്രത്തിൽ നിന്ന് കിട്ടിയ അരളിപ്പൂവിൻ്റെ ഒരു കഷ്ണമൊന്നുമല്ല കഴിച്ചത്. ആരോടോ ഫോൺ ചെയ്ത് നിൽക്കുമ്പോൾ അശ്രദ്ധമായിട്ട് തൊട്ടടുത്തുള്ള അരളിയിൽ നിന്ന് ഉള്ളിയെടുത്ത് കഴിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ അത് പൂവും തിന്നു, ഇലയും തിന്നു, അതോ കായ തിന്നു, ആർക്കും അറിയുന്നില്ല, കുട്ടിക്കും അറിയുന്നു. അശ്രദ്ധമായിട്ട് സംഭവിക്കുന്നതാണ്. ഫോണിൽ ശ്രദ്ധിക്കുകയും എന്തെങ്കിലും കൈ കൊണ്ട നേരം ചെയ്തുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യും. ഇലയോ പൂവോ ഉള്ളിയൊക്കെ വായിലിടും. ഇങ്ങനെയാണ് ഇത് സംഭവിച്ചത്. ഇതിനെ ക്ഷേത്രത്തിലെ പൂജയുമായിട്ട് ബന്ധിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഈ അരളിപ്പൂ ഇപ്പോഴാണ്, എത്ര ഒരു നൂറ്റാണ്ടായില്ലേ ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. ഒരുപക്ഷെ 1-2 പേർക്ക് ഇത് എന്തെങ്കിലും അലർജി ഉള്ളതോ വല്ലതും ആയിരിക്കാം. അതിൻ്റെ പേരിൽ സകല ക്ഷേത്രങ്ങളിൽ നിഷേധിക്കേണ്ട കാര്യം എന്താ? പൂജയും നിവേദ്യവും തമ്മിലൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. പൂജിക്കുമ്പോൾ തന്നെയാണ് അതിലൊരു കഷ്ണം എടുത്തിട്ടാണ് നിവേദ്യത്തിലിടുന്നത്. അത് അരളിപ്പൂ മാറ്റിയിട്ട് ഇത് മാത്രം നോക്കിയെടുത്ത് അങ്ങനെ ഇടാനൊന്നും നടക്കില്ല. അങ്ങനെയല്ല അത് ചെയ്യുന്നത്. ആ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് അരളി മാറ്റണം. പൂജയ്ക്കെടുക്കാം, പക്ഷേ നിവേദ്യത്തിൽ വരാൻ പാടില്ല. പറയുന്ന കേട്ടത്തൊന്നും നിവേദ്യത്തിന് മുഴുവൻ അരളിപ്പൂട്ടാണ് ആൾക്കാർക്ക് കൊടുക്കുന്നത്. അരളിപ്പൂ നിവേദ്യം എന്ന് പറഞ്ഞാൽ നിവേദ്യമില്ല. ഉണ്ടോ? ഇല്ല. അങ്ങനെ ഒരു നിവേദ്യമില്ല. അരളിപ്പൂവിൽ വിഷം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ വന്നാൽ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് അരളിപ്പൂ 1 കിലോ അരളിപ്പൂ വാങ്ങിച്ച് അത് തിന്നേക്കാം. ചത്തുപൂവ് വേറെ എന്തെങ്കിലും അസുഖം വരും. വിഷം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലോ നാട്ടിലെ അരളി മുഴുവൻ വെട്ടി അങ്ങോട്ട് തീ കിടറാൻ തീരുമാനിക്കും. ഇതെന്തൊരു പ്രാന്താണ് മലയാളിക്ക്. ഗൂഗിളാണ് ഇതിൻ്റെ ഉത്ഭവം. എല്ലാവരും ഗൂഗിളിൽ കയറിയിട്ട് നോക്കും. സ്വന്തം അച്ഛനോ അമ്മയോ അമ്മൂമ്മയോ അപ്പൂപ്പനോ പരമ്പരാഗതമായിട്ട് ചെയ്തു വന്നിരുന്ന കാര്യങ്ങൾ തെറ്റാണെന്ന് ഏതെങ്കിലും ഒരു സായിപ്പ് ഗൂഗിളിൽ എഴുതി വയ്ക്കും. ഗൂഗിൾ സ്വന്തം ബുദ്ധിയുള്ളതല്ലല്ലോ. ഞാനോ സിനിമ ഒക്കെ എഴുതി വയ്ക്കുന്നതാണ് ഗൂഗിളിൽ വരുന്നത്. ഇപ്പോൾ ഗൂഗിളിൽ ഒരുത്തിന് ഇത് വിഷമാണെന്ന് എഴുതി വെച്ചാൽ ഗൂഗിളിൽ കണ്ടു, പിന്നെ തീർന്നു. എല്ലാവരും കൂടെ അതിൻ്റെ പിന്നാലെ. ഇതിൻ്റെ കൂടെ ദേവസ്വം ബോർഡ് തുള്ളരുതായിരുന്നു. ദേവസ്വം ബോർഡിന് ഇങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തന്നെ ആ തീരുമാനം തന്ത്രിമാർക്ക് വിടുക. അവരുടെ കൂട്ടത്തിൽ ആയുർവേദ വൈദ്യന്മാരും ഉണ്ട്. അവർക്കറിയാതെ കൺസൾട്ട് ചെയ്യാൻ ഇപ്പോൾ എങ്ങനെയാണ് വേണ്ടത്, പൂജയ്ക്ക് ഏത് പൂ എടുക്കണം വേണ്ട എന്നൊക്കെ ഉള്ളത്. പ്യുവർലി റിലീജിയസ് ആയിട്ടുള്ളൊരു ഫങ്ഷനാണിത്. ദേവസ്വം ബോർഡിൻ്റെ ജോലി സെക്യുലർ പാർട്ട് ഓഫ് ദ ടെമ്പിൾ അത് അഡ്മിനിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് ദേവസ്വം ബോർഡിൻ്റെ ജോലി. ദേവസ്വം ബോർഡ് മൊത്തം ക്ഷേത്രത്തിൻ്റെ അധികാരി അല്ല. ആ ആക്ട് തന്നെ അങ്ങനെയാണ് വിഭാവനം ചെയ്യുന്നത്. സെക്യുലർ പോർഷൻ ഓഫ് ദ ടെമ്പിൾ, അതായത് ഒരു ക്ഷേത്രം, അതിന് ചുറ്റും തെങ്ങ് നിൽപ്പുണ്ട്. ആ തെങ്ങിൽ തേങ്ങ ഉണ്ടാകുന്നു. ആ തേങ്ങ പറിക്കുക, വിൽക്കുക, ലേലം ചെയ്യുക, അതിൻ്റെ വരവ് കണക്ക് ചെലവ് ഇതൊക്കെ എഴുതുക. അമ്പലത്തിലേക്ക് ആനയെ കൊണ്ടുവരണം ഉത്സവത്തിന്. ആ ആനയ്ക്ക് ഏക്കം കൊടുക്കാനുള്ള കാശ് അത് ജനങ്ങളിൽ നിന്ന് പിരിക്കുക, അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് ഫണ്ട് ചെയ്ത് നിൽക്കുക. ഇങ്ങനെയൊക്കെയുള്ള സെക്യുലർ ആക്ടിവിറ്റിയാണ് ദേവസ്വം ബോർഡിനോട് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ പൂജയ്ക്കെടുക്കുന്ന പൂവ്, നിവേദ്യത്തിൽ എത്ര ശർക്കര വേണം, എത്ര പഞ്ചസാര വേണം, എത്ര പാല് വേണം, ഇതൊന്നും ദേവസ്വം ബോർഡിൻ്റെ വിഷയമല്ല. അതെത്ര വേണം എന്ന് മേൽശാന്തിയോ തന്ത്രിയോ പറയുന്നോ അത്രയും വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ള ജോലി മാത്രമേ ഇവർക്കുള്ളൂ. പക്ഷേ ഇവരിപ്പോൾ വിചാരിക്കുന്നത് ഞങ്ങൾ ഇതിൻ്റെയൊക്കെ അധികാരികളാണെന്നാണ്. പൂജയുടെ സമയം അവർ മാറ്റുന്നു, എഴുന്നള്ളത്തിൻ്റെ സമയം മാറ്റുന്നു. വെയിലാണ്, കുറച്ച് കഴിഞ്ഞ് മതി. ശിവേലിയുടെ സമയം വെച്ചാൽ ഇപ്പോൾ വെയിലാണ്, കുറച്ച് കഴിഞ്ഞ് മതി. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി അവർ പറയും കംപ്ലീറ്റ് ശിവേലി എല്ലാം കൂടെ നമുക്ക് ഒരു സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ നടത്താം. ഉത്സവങ്ങൾ അതേ സമയത്ത് നടക്കട്ടെ, പക്ഷേ ഉത്സവത്തിൻ്റെ ശിവേലി ഉണ്ടല്ല, ഇത് കേരളത്തിലെ എല്ലാ അമ്പലങ്ങളിലെയും കൂടെ ഒറ്റ സ്ഥലത്ത് വെച്ച് തിരുവനന്തപുരത്ത് വെച്ച് നടത്താം. അവിടെയാണ് ദേവസ്വം ബോർഡിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. അവിടെ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം ഉണ്ട്, GV രാജ സ്റ്റേഡിയം ഉണ്ട്, സെൻട്രൽ സ്റ്റേഡിയം ഉണ്ട്, ശംഖുമുഖം കടപ്പുറവും ഉണ്ട്. അപ്പോൾ കേരളത്തിലെ എല്ലാ അമ്പലങ്ങളുടെയും ശിവേലി അവിടെ ആക്കാം. ആനകളും ഒരു 15-20 ആനയെ അവിടെ കൊണ്ടുപോവുക. ഓരോ അമ്പലത്തിൻ്റെ ആയിട്ട്
നിങ്ങൾ ഫീസ് അടയ്ക്കുക, നിങ്ങളുടെ ശിവേലി കഴിഞ്ഞോ, വടക്കുന്ന അതിൻ്റെ കഴിഞ്ഞോ, എന്നാൽ മാറി തിരുനക്കര അപ്പം വരുന്നുണ്ട്, വേഗം സ്ഥലം കാലിയാക്കുന്നത്, ഇങ്ങനെ നടത്തും. ഇതൊക്കെയാണ് ഈ ഭോഷ്കാണ് ഇവരുടെയൊക്കെ തലയിലുള്ളത്. ഇങ്ങനെയൊന്നും അല്ല ദേവസ്വം ബോർഡ് പ്രവർത്തിക്കേണ്ടത്. അപ്പോൾ ഈ സർക്കാരിൻ്റെ ബോഡിയായ ഈ ദേവസ്വം ബോർഡുകൾ എന്തുകൊണ്ടാണ് ഈ തന്ത്രിമാരുടെ സംഘടനകളുമായി ഇത്തരം കാര്യങ്ങളൊന്നും ആലോചിക്കാത്തത്? ഒന്ന് ചർച്ച ചെയ്യാമല്ലോ. തന്ത്രിമാർക്ക് ബലമില്ലാത്തതുകൊണ്ട്, ഹിന്ദു സമാജത്തിന് ഇതൊന്നും ചോദിക്കാനോ പിടിക്കാനോ നേരമില്ലാത്തതുകൊണ്ട്, ഈ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് നോക്കുക, ഹിന്ദു സമാജം നടത്തിയിട്ടുള്ള ഏക സമരം സെൽഫ് ഗോളായി തീർന്ന ശബരിമല സമരമാണ്. സ്വന്തം പെൺകുട്ടികളെ അമ്പലത്തിൽ കയറ്റാതിരിക്കാനായിട്ട് ഒരു സമാജം ചരിത്രത്തിലാദ്യമായിട്ടാണ് ഭൂമിയിൽ സമരം ചെയ്യുന്നത്. അവനവൻ്റെ ആളുകളെ കയറ്റരുതെന്ന് പറഞ്ഞിട്ട്. ഇതാണ് ഐതിഹാസികമായൊരു സമരം ചെയ്തത്. വേറെ ഒരു സമരം ചെയ്തിട്ടില്ല. അവിടെ ഇവിടെ ഒന്നും ഒറ്റയും ചില്ലറയൊക്കെ ചെയ്ത് കാണും. ദേ ഡോണ്ട് കെയർ ഫോർ ദെയർ സൊസൈറ്റി. വാട്ട് ക്യാൻ വി ഡു? ഹിന്ദുക്കൾക്ക് ഹിന്ദു സമാജം ആവശ്യമില്ല. ഇതിൻ്റെ കൂടെ പൊളിറ്റിക്കൽ ഹിന്ദുസുണ്ട്. BJP വോട്ട് ചെയ്താൽ മതി, ബാക്കി BJP നോക്കിക്കോളുന്നു. ഐ ആം യെറ്റ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് BJP ഹാസ് ഡൺ ഫോർ കേരള ഹിന്ദുസ്. കേരളത്തിലെ ഹിന്ദുക്കളുടെ ഏതെങ്കിലും പ്രശ്നം അഡ്രസ്സ് ചെയ്തിട്ട് BJPയുടെ മാനിഫെസ്റ്റോയിലുണ്ടോ? കേരളത്തിലെ മാനിഫെസ്റ്റോയിൽ ഇല്ല. കേരളത്തിലെ ഏതെങ്കിലും ഒരു നിയോജക മണ്ഡലത്തിലെ ഏതെങ്കിലും സ്ഥാനാർത്ഥി ഏതെങ്കിലും ഹിന്ദു ഇഷ്യൂവിനെ പറ്റി ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ടോ? ഇല്ല. ബട്ട് സ്റ്റിൽ കുറേ പേര് പറയുന്നത് BJP വോട്ട് ചെയ്യും, BJP നിങ്ങളൊക്കെ കൂടെ CPM വോട്ട് ചെയ്തിട്ടല്ലേ ഈ കുഴപ്പം? BJP വോട്ട് ചെയ്തെടുത്ത സ്ഥിതി എന്താ? ഉത്തരാഖണ്ഡിൽ BJP വോട്ട് ചെയ്തു, 51 അമ്പലം BJP കൊണ്ടുപോയി സർക്കാർ ഏറ്റെടുത്തു. 51 ടെമ്പിൾസ്, ചാർധാം അടക്കം വലിയ വലിയ ക്ഷേത്രങ്ങൾ. അപ്പോൾ ഇത് പൊളിറ്റിക്സ് കൊണ്ടൊന്നും ഇത് ശുദ്ധീകരിക്കാൻ സാധ്യമല്ല. നിങ്ങൾക്ക് സൊസൈറ്റി സ്ട്രോങ് ആവാതെ, സൊസൈറ്റി ബാലൻസ്ഡ് ആയിട്ടുള്ള തീരുമാനമെടുക്കാതെ ഇതിനൊരു മാറ്റം ഉണ്ടാവില്ല. ദേവസ്വം ബോർഡ് അവരുടെ തോന്നിവാസം തുറന്നുകൊണ്ടേയിരിക്കും. ഈ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ വരുന്ന സർക്കാർ ബോഡികളുണ്ടല്ലോ, അപ്പോൾ അതിനകത്ത് കുറച്ച് ഹിന്ദു ആളുകളായിരിക്കും ഇതിനകത്ത് വരുന്നത്. അവർ പക്ഷേ ഹിന്ദു ആചാരങ്ങളോട് യോജിക്കുന്നില്ല. അപ്പോൾ അവരോട് തുറന്ന് പറയാൻ, അല്ലെങ്കിൽ ധൈര്യപൂർവ്വം അവരുടെ എതിർപ്പുകളുണ്ടെങ്കിൽ അത് പറയാൻ ഈ പറയുന്ന പൂജാതി കർമ്മങ്ങൾ നിർവഹിക്കുന്ന പൗരോഹിത്യ സമൂഹം എന്നാണ് ഇനി ധൈര്യപ്പെടുക? അവർ ധൈര്യപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ ജോലി പോകും. ഇത് തന്നെ അവരുടെ എണ്ണത്തിൽ തീരെ കുറവാണ്. ഇപ്പോൾ ഈ തന്ത്രസമാജം കൂടി എന്നൊക്കെ പറഞ്ഞ് ഈ വാർത്ത കൊടുത്തതാരാ? ഏകപത്രം ജന്മഭൂമിയാണ്. ബാക്കിയുള്ളൊരു തന്ത്രിയെ വകവയ്ക്കുന്നില്ല. ബാക്കി ഒരു പത്രവും തന്ത്രിയെ വകവയ്ക്കുന്നില്ല. തന്ത്രിയെ പരമപുച്ഛമാണ് ആളുകൾക്ക്. അപ്പോൾ തന്ത്രിക്കും ഇതറിയാം, എൻ്റെ കൂടെ ആരുമില്ല, ഞാൻ വല്ലതും കയറി അബദ്ധം പറഞ്ഞിട്ട് എൻ്റെ ഉള്ള ജോലി കൂടെ ഇല്ലാതെ പോകും. തന്ത്രിയെ പിരിച്ചു വിട്ടെന്ന് വെച്ചോ, തന്ത്രി ഹൈക്കോടതിയിൽ പോകണം. ഹൈക്കോടതി വിധിയൊക്കെ ഉണ്ട്. പക്ഷേ വീണ്ടും പോയിട്ട് പഴയ വിധി എനിക്ക് ബാധകമാണെന്നും എന്നെ തിരിച്ചവിടെ തന്ത്രിയാക്കണമെന്നൊക്കെ പറഞ്ഞ് കേസ് പറഞ്ഞ് 10-15 വർഷം നടത്തിക്കുന്ന സർക്കാർ തിരിച്ച് ഈ തന്ത്രിസ്ഥാനം കിട്ടുമ്പോൾ ആര് ഈ റിസ്ക് ഏറ്റെടുക്കും? വളരെ കഷ്ടമാണ് ഹിന്ദു സമാജത്തിൻ്റെ കാര്യം. ആര് കയറി മെതിച്ചാലും ഒന്നും തിരിച്ചു പറയാൻ പറ്റാതെ നിശബ്ദരായിട്ട് നിസ്സഹായരായിട്ടിരിക്കുന്ന ഒരു സമാജം. അതാണ് ഇതിനെല്ലാം കാരണം. ഇപ്പോൾ നമുക്ക് മാതൃകയാക്കുവാണെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അല്ലെങ്കിൽ മലബാർ ദേവസ്വം ബോർഡ് എന്നൊക്കെ കഴിയാതെ ഈ സ്വകാര്യ ദേവസ്വം ബോർഡുകളുണ്ടല്ലോ, കുടുംബ അങ്ങനെയുള്ള, അവർ എന്ത് നടത്തണമെങ്കിലും ഈ പറയുന്ന തന്ത്രിയുമായി കൂടി ആലോചിച്ച് പൂജാരിയുമായി കൂടി ആലോചിച്ച് ഒരു യോജിപ്പിലെത്തി മുന്നോട്ട് പോകില്ല. അതൊരു മാതൃകയല്ലേ? അത് ഇവിടെയും ചെയ്തുകൂടെ? അത് ചെയ്യാൻ പറ്റില്ല. കാരണം സർക്കാരിൻ്റെ കയ്യിലിരിക്കുക. സർക്കാരിൻ്റെ താല്പര്യങ്ങൾ, രാഷ്ട്രീയ താല്പര്യങ്ങൾക്കനുസരിച്ചാണ് ഇത് മുന്നോട്ട് പോകുന്നത്. ഞാൻ ഒരു ദേവസ്വം ബോർഡിൻ്റെ ഘടന ശരിയല്ല, ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്തിരുന്നു കേരള ഹൈക്കോടതിയിൽ. ഇപ്പോൾ അത് സുപ്രീം കോടതിയിലാണ്. കേരള ഹൈക്കോടതി സർക്കാരിൻ്റെ വക്കീലിനോട് ചോദിച്ചു, ഒരു ക്വാളിഫൈഡ് നല്ലൊരു മനുഷ്യൻ, അയാൾ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് ആകാൻ യോഗ്യനാണ് എന്ന് ഞങ്ങൾക്ക് തോന്നുന്നു, ജഡ്ജിമാർക്ക് തോന്നുന്നു. ആരോടാണ് ഞങ്ങൾ സംസാരിക്കേണ്ടത്? എന്താണ് ആ മനുഷ്യൻ ചെയ്യേണ്ടത്? നിങ്ങൾ പരസ്യം കൊടുക്കുന്നുണ്ടോ? ദേവസ്വം ബോർഡ് അംഗങ്ങളെ ക്ഷണിച്ചു കൊള്ളുന്നു, ഇന്ന യോഗ്യതകളുണ്ടാവണം. പരസ്യം കൊടുക്കുന്നുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങളുടെ നിയമനം? അല്ല, അത് സർക്കാർ ഓരോരുത്തരെ അങ്ങ് നിയമിക്കുകയാണ്. അതെ, ആ നിയമനത്തിന് എന്തെങ്കിലും ഒരു മാനദണ്ഡം ഉണ്ടാകണമല്ലോ. അഡ്വക്കേറ്റ് ജനറലാണ് ഹാജരായത്. അഡ്വക്കേറ്റ് ജനറൽ മൗനം പാലിച്ചു. ഒന്നുമുണ്ടായില്ല. ജഡ്ജി ചോദിച്ചു, ഏതെങ്കിലും രാഷ്ട്രീയക്കാരൻ്റെ പിന്നാലെ തലയും ചൊറിഞ്ഞ് നടക്കണം അല്ലേ?
ഐ ഹാവ് ടു സ്ക്രാച്ച് മൈ ഹെഡ് ബിഹൈൻഡ് ദ ബാക്ക് ഓഫ് എ പൊളിറ്റീഷ്യൻ. ഈസ് ഇറ്റ് നോട്ട്? അഡ്വക്കേറ്റ് ജനറൽ മിണ്ടിയില്ല. അതാണ് സത്യം. രാഷ്ട്രീയക്കാരൻ്റെ പെട്ടി പിടിക്കുന്ന സേവ ചെയ്യുന്ന വേറൊരു രാഷ്ട്രീയക്കാരനെയാണ് ദേവസ്വം ബോർഡിൽ നിയമിക്കുന്നത്. 3 അംഗങ്ങളുണ്ട്. 3 പേരും ഇങ്ങനെ ആയിരിക്കും. ഇടതുപക്ഷമാണ് ഭരിക്കുന്നതെങ്കിൽ 2 CPM, 1 CPI, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു RSP ആരെങ്കിലും അങ്ങനെ വീതിച്ചെടുക്കും. കഴിയും. ഈ വരുന്ന ആൾക്കാർക്ക് ക്ഷേത്രത്തോട് യാതൊരുവിധ കമ്മിറ്റ്മെൻറ്റോ ഒന്നും തന്നെ ഉണ്ടാവില്ല. റിലീജിയസ് ആയിരിക്കില്ല, റിച്വലിസ്റ്റിക് ആയില്ല, നാഷണലിസ്റ്റിക് ആയിരിക്കില്ല, ഒന്നും ആയിരിക്കില്ല. അവരെ സംബന്ധിച്ചോളം ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി പോലെയാണ് ദേവസ്വം. ഓഡിറ്റും ഇല്ല. ഓഡിറ്റ് 7-8 വർഷം കഴിഞ്ഞിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 9 വർഷത്തെ ഓഡിറ്റെങ്കിലും പെൻഡിങ് ഉണ്ടാവും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ മരാമത്ത് പണിക്ക് ഓഡിറ്റേ ഇല്ല. ഇപ്പോഴല്ല, തുടങ്ങിയ കാലം മുതൽ 1950 മുതൽ മരാമത്ത് പണികൾക്ക് ഓഡിറ്റ് ഇല്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. അപ്പോൾ എത്ര ചിലവഴിച്ചു, എന്താ കണക്കൊന്നും അറിയില്ല. ഒരു വരവ് ചിലവ് എന്തെങ്കിലും എഴുതി വയ്ക്കുന്നുണ്ടോ എവിടെയെങ്കിലും? കാട്ടിലെത്തടി തേവരുടെ ആന എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇവിടെയാണ് കൊണ്ടുപോയി കോടിക്കണക്കിന് രൂപ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അത് വരുമാനം. എന്നിട്ട് ശബരിമലയിലെ വരുമാനം കൊണ്ടാണ് മറ്റു ക്ഷേത്രങ്ങൾ നിലനിൽക്കുന്നത് എന്ന് പറയും. ഇവർ 2014-15 മറ്റോ ആണ് ലാസ്റ്റ് ഓഡിറ്റ് നടന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ. ആ ഓഡിറ്റ് റിപ്പോർട്ട് ഞാൻ എടുത്ത് നോക്കി. ഒരു 5000 രൂപ ഒരു ചെറിയ ക്ഷേത്രം ദേവസ്വം ബോർഡിലേക്ക് കൊടുക്കാനുണ്ട്, കടം വാങ്ങിച്ചതിൻ്റെ ബാക്കി. ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞാൽ ഒരു പൂളാണല്ലോ. ശബരിമലയിലെയും പൈസ വരും, എല്ലാ സ്ഥലത്തെയും എല്ലാ അമ്പലങ്ങളിലെയും പൈസ വരും. ഈ പൈസയിൽ നിന്ന് പലവിധ അമ്പലങ്ങൾക്ക് കൊടുക്കുകയും വാങ്ങുകയും പിടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് വർഷാവസാനം ഒരമ്പലത്തിൽ നിന്ന് 5000 രൂപ കിട്ടാനുണ്ട്. ഇതാണ് ഈ അമ്പലത്തെ സഹായിക്കുന്നു. ശബരിമലയിലെ പൈസ എടുത്ത് നാട്ടിലെ മറ്റ് നഷ്ടത്തിലാകുന്ന അമ്പലം എന്ന് പറഞ്ഞ് ഇല്ല. നഷ്ടത്തിലാണെങ്കിൽ നിങ്ങൾ സർക്കാർ ബുദ്ധിമുട്ടുണ്ടാകുന്ന നാട്ടുകാർക്ക് കൊടുക്ക്. സെക്യുലറിസം അല്ലേ? അമ്പലം ആരെ കൊണ്ടുപോയാൽ നിങ്ങൾക്കെന്താ? നിങ്ങൾ അമ്പലത്തിൽ ഇടപെടുകയും ചെയ്യരുത്. അപ്പോൾ അമ്പലം ആര് ഭരിക്കുക? ആരെങ്കിലും ഭരിച്ചോട്ടെ, പട്ടി കടിച്ചുകൊണ്ട് പോട്ടെ, നിങ്ങൾക്കെന്താ? അതല്ലേ സെക്യുലറിസം? അതെ. അല്ല, നഷ്ടത്തിലുള്ള അമ്പലത്തെ ലാഭത്തിലുള്ള അമ്പലം വെച്ച് ഞങ്ങൾ ഫൈനാൻസ്. യു ആർ നോട്ട് ഫൈനാൻസിങ് എനിത്തിങ്. ഗുരുവായൂരപ്പൻ്റെ ഗുരുവായൂർ ടെമ്പിൾ ട്രസ്റ്റ് ഭരണസമിതി, ആ ഭരണസമിതിക്ക് കീഴിൽ 5-6 അമ്പലങ്ങളുണ്ട്. മമ്മിയൂർ, ജോവല്ലൂർ, കണ്ടാണിശ്ശേരി, അങ്ങനെ കുറച്ച് അമ്പലങ്ങളുണ്ട്. ഈ അമ്പലങ്ങളെല്ലാം തന്നെ സ്വയം പര്യാപ്തമാണ്. അവരാരും ഗുരുവായൂരപ്പൻ്റെ 10 പൈസ അവർ വാങ്ങുന്നില്ല. മമ്മിയൂർ ശിവന് ഗുരുവായൂരപ്പൻ്റെ 5 പൈസയുടെ ആവശ്യമില്ല. ശിവൻ്റെ അമ്പലത്തിൽ കാശ് വരുത്താൻ ശിവനറിയാം. ദേവിയുടെ അമ്പലത്തിൽ കാശ് വരുത്താൻ ഒരു ഗുരുവായൂരപ്പൻ്റെയും കാല് പിടിക്കില്ല ദേവി. വടക്കുന്നാഥൻ അതുപോലെയാണ്. വടക്കുന്നാഥൻ സെൽഫ് സഫിഷ്യൻ്റാണ്. വടക്കുന്നാഥൻ്റെ അവിടുത്തെ പൂരത്തിന് വരുന്ന കണിമംഗലം ശാസ്താവ് സെൽഫ് സഫിഷ്യൻ്റാണ്. പാറമേക്കാവ് സെൽഫ് സഫിഷ്യൻ്റാണ്. തിരുവാമ്പാടി സെൽഫ് സഫിഷ്യൻ്റാണ്. വാട്ട് ആർ യു ടോക്കിംഗ് അബൌട്ട്? ഓരോ അമ്പലത്തിനും വരുമാനമുണ്ട്. ഇപ്പോൾ ഈ തട്ടിപ്പിന് മുഴുവൻ ദേവസ്വം ബോർഡ് കൂട്ടുനിൽക്കുകയും ഇപ്പോൾ വന്ന് അരളിപ്പൂവിൽ വരെ കയറി പിടിക്കുകയും ചെയ്ത കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇത് തന്ത്രസമാജത്തിൻ്റെ ഒരു ഞരക്കം മാത്രമാണ്. ഇതാരും കേൾക്കാൻ പോകുന്നില്ല. എനിക്കിപ്പോഴും ഏതോ ഒരു ലോബി ഇതിനകത്ത് കളിക്കുന്നു സംശയം കൂടി വരുന്നു. ഈ അരളിപ്പൂ പുറത്താക്കി കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും പൂ കിലോ കണക്കിന് ചിലവാകുമെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ. കാരണം പത്ര റിപ്പോർട്ടുണ്ടായിരുന്നു, ഈ കേരളത്തിൽ നടക്കുന്ന ഒരു ബഹളവും തമിഴ്നാട്ടിലുണ്ടായിട്ടില്ല. തമിഴ്നാട്ടിലെ എല്ലാ ക്ഷേത്രങ്ങളിലും അരളിപ്പൂ എടുക്കുന്നു. അരളിപ്പൂ കിലോ 500 രൂപ വരെ ഉണ്ട് തമിഴ്നാട്ടിൽ. കേരളത്തിൽ 150 രൂപയായിട്ട് കുറഞ്ഞു, 150-200 രൂപയായിട്ട് കുറഞ്ഞു കിലോയ്ക്ക്. അത് തമിഴ്നാട്ടിൽ വിഷയില്ലേ അരളിക്ക്? ഇതേ അരളി തന്നെയാണ്. ഇതെല്ലാം തോവാളയിലാണല്ലോ ഉണ്ടാകുന്നത്. തോവാളയാണ് ഇതിൻ്റെ മെയിൻ മാർക്കറ്റ്. അവിടെ പോയി ഞാൻ കണ്ടിട്ടുണ്ട്. 2 ആൾ പൊക്കത്തിൽ അരളിപ്പൂ, ജമന്തി, മുല്ലപ്പൂ ഒക്കെ കൂട്ടിയിട്ട് കാണണം തോവാളയിൽ. തോവാളയിൽ പോയിട്ട് നമ്മൾ കുറച്ച് മുല്ലപ്പൂ എടുത്ത് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് കൊണ്ടുപോകാം. ഭാര്യയുടെ മുടിയിൽ ചൂടാനല്ലേ, ചുമ്മാ കൊണ്ടുപോകും. ദിസ് ഇസ് തോവാള. അപ്പം അവിടെ ഒന്നും ഇല്ലാത്ത പ്രശ്നം കേരളത്തിൽ ഇത് ഉണ്ടാക്കുകയാണ് ഈ പ്രശ്നം. ഇതിൽ കേരളത്തിലെ സോഷ്യൽ മീഡിയയിലെ കുറേ ഹിന്ദു വിരുദ്ധന്മാർക്ക് വലിയ പങ്കുണ്ട്. ഹിന്ദുവിൻ്റെ അട്ടിപ്പേരെടുത്ത കുറേ പേര് 2014 ജനിച്ച കുറേ ഹിന്ദുക്കളുണ്ട്. അവരും ഇതിൻ്റെ കൂടെ ഇങ്ങനെ ഗൂഗിളാണ് അവരുടെ ദൈവം. ഗൂഗിളും ഇപ്പോൾ AI ഉണ്ട്. നമ്മളെ വാട്സാപ്പിൽ തന്നെ AI ഉണ്ടല്ലോ. എന്തെങ്കിലും ചോദ്യം ചോദിക്കാൻ, അരളിപ്പൂവിൽ വിഷമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറയും സായിപ്പ്. വാട്സാപ്പ് പറഞ്ഞാൽ പിന്നെ നമുക്ക് നോക്കാനില്ല. വാട്സാപ്പ് യൂണിവേഴ്സിറ്റി ഈസ് ദ ബിഗ്ഗസ്റ്റ് യൂണിവേഴ്സിറ്റി. ഇറ്റ്സ് ഓൾ നോൺസെൻസ്.
അപ്പോൾ അഖില കേരള തന്ത്രി സമാജം ഈ പറയുന്ന ഒരു പ്രതിഷേധം അല്ലെങ്കിൽ എതിർപ്പ് വലിയ ശക്തമായിട്ട് മുന്നോട്ട് പോവില്ലെന്നാണ് സാർ പറയുന്നത്. എന്തായാലും അതാണ് അനുഭവം, മുൻകാല അനുഭവം. മുമ്പോട്ട് പോട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പക്ഷേ അനുഭവം വെച്ച് പോകാൻ സാധ്യത കാണുന്നില്ല. പക്ഷേ അവരൊരു കാര്യം കൂടെ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഈ പാരമ്പര്യമായി ഉപയോഗിച്ചിരുന്ന അരളിപ്പൂ അല്ലെങ്കിൽ അത്തരം പൂജയ്ക്ക് ഉപയോഗിക്കുന്ന പുഷ്പങ്ങളല്ലാതെ പുതിയ എന്തെങ്കിലും പുഷ്പങ്ങൾ മുന്നോട്ട് വെക്കാനാണെങ്കിൽ ഞങ്ങൾ അനുവദിക്കില്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ അവരുടെ ആ ഒരു ശ്രമം ഫലവത്താകും അല്ലെങ്കിൽ ആ രീതിയിലുള്ള എതിർപ്പ് സർക്കാർ ഉൾപ്പെടെ അംഗീകരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് തൽക്കാലം ഇത് നിർത്താം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.